Adventures of the Son of Man, stories of a Savior, holiness with human hands, treasure for the trader. No ear had heard, no eye had seen the image of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ശൗല് കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പൗലോസ് എന്ന പേരോടുകൂടിയാണ് പിന്നീട് അറിയപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. ദൈവത്തിനു വേണ്ടി വളരെ അധ്വാനിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നാം കണ്ടു. അനേക കഷ്ടങ്ങൾ കൂടെ കർത്താവിനെ സേവിച്ചു, അനേക മിഷണറി യാത്രകൾ ചെയ്തു. അനേക മിഷണറി യാത്രകളിൽ കൂടെ അനേകം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. മാത്രമല്ല സഭകൾ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ള യാത്രകളിലെല്ലാം അനേകരെ സൗഖ്യമാക്കി, അനേകർക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. ഈവൻ പൗലോസിൻ്റെ വസ്ത്രം കൊണ്ടുവന്നിട്ടാൽ പോലും സൗഖ്യപ്പെടത്തക്കവണ്ണം പൗലോസ് അനേകരെ സൗഖ്യമാക്കി എന്ന് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ചതായിട്ടുള്ള പൗലോസിൻ്റെ കഷ്ടതകളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് ഭാഗങ്ങളിൽ പ്രത്യേകിച്ചായിട്ട് കർത്താവ് അവൻ്റെ കഷ്ടതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ കാണുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്ന ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവാജ്യ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവർ എന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചു. എന്തുകൊണ്ട് നമ്മൾ ഓർക്കും നിർമ്മലത അല്ലെങ്കിൽ പരിജ്ഞാനം, ഉറക്കിളപ്പ്, ദീർഘക്ഷമ. അതെ, യഥാർത്ഥമായിട്ട് ഒരു മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴും കുത്തുമ്പോഴും ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് തന്നെ അതൊരു ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കഷ്ടത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ ഉള്ള വാക്യത്തിൽ യഹൂദന്മാരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. 5 വട്ടം 40 അടി വീതം കൊള്ളുക എന്ന് പറഞ്ഞാൽ 200 അടി കൊണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർന്നില്ല. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്. മറ്റുള്ളവരിൽ നിന്നും ആപത്തിനേക്കാൾ കഷ്ടമാണ് സ്വജനത്തിൽ. സ്വന്തം ആൾക്കാർ പോലും പൗലോസിനെ കുറ്റം പറഞ്ഞു, അവമാനിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ ഭാവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഇത്രയും കഷ്ടത കർത്താവിനായിട്ട് സഹിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കഷ്ടതകൾ കൂടെ സഹിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതിയ ഈ കഷ്ടതകൾ കൂടെ കടന്നു പോകുമ്പോഴും ഫിലിപ്പിയർക്കുടെ ലേഖനത്തിൽ എഴുതുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്, ചങ്ങലയിൽ കിടന്നുകൊണ്ടാണ് പറയാണ് സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ആ അധ്യായം തന്നെ മുഴുവനും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അവിടെ വളരെ പ്രത്യേകത ഒരു കാര്യമുണ്ട്. മനുഷ്യരിൽ സന്തോഷിപ്പാനായിട്ട് സാധിക്കത്തില്ല, കഷ്ടതകളിൽ സന്തോഷിപ്പാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സന്തോഷിക്കുക.
അത് ഈ അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിലുള്ള സന്തോഷം മുമ്പിൽ കണ്ടുകൊണ്ട് ഇത് ഏം, കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം, നമ്മെ കണ്ടുകൊണ്ട് മുമ്പിലുള്ള സന്തോഷം കണ്ടുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസും മുമ്പിലുള്ള സന്തോഷം, നിത്യതയെ ഓർത്ത്, താൻ പോകുവാനിരിക്കുന്ന ഭവനത്തെ ഓർത്ത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ആ സന്തോഷം ഓർത്ത് ഈ ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും, ഈ ലോകത്തിലുള്ളതെല്ലാം അത് സന്തോഷത്തോടെ സഹിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കഷ്ടതകൾ കൂടെ ഇങ്ങനെ സന്തോഷിയെന്ന് പറയുക മാത്രമല്ല, ഇങ്ങനെ കഷ്ടതകളിലും ഈ പറഞ്ഞ ആപത്തിൽ അനർത്ഥങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും എപ്പോഴും എല്ലാ സമയത്തും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു, മാത്രമല്ല പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരന്തരമായി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. ദിവസേന സർവ്വസഭകളെയും കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ കഷ്ടതയുടെ സമയത്ത് അവൻ്റെ രോഗത്തിൽ അവൻ ഒരു വട്ടം അവൻ കർത്താവിനോട് അപേക്ഷിച്ചു. സാത്താനെ കുത്തുവാൻ ഒരു ദൂതനെ അവന് കിട്ടി. അതെന്നെ വിട്ട് നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. അതേ കഷ്ടതകളിലെല്ലാം കർത്താവിൻ്റെ ശക്തി ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ 14 ലേഖനങ്ങൾ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം ബുദ്ധിയിലോ അല്ല എഴുതുക. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ തിരുവഴുത്തും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് എഴുതിയത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുസരിച്ച്, പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് 14 ലേഖനങ്ങൾ എഴുതുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. ആദ്യത്തെ ലേഖനം 1 തെസ്സലോനിക്കരും അവസാനത്തെ ലേഖനം 2 തിമോഥെയോസുമാണ്. 1ഉം 2ഉം തെസ്സലോനിക്കർ 2ആം മിഷണറി യാത്രയിലും, 1ഉം 2ഉം കൊരിന്ത്യർ, ഗലാത്യർ, റോമർ 3ആം മിഷണറി യാത്രയിലും, എഫെസ്യർ, കൊലോസ്യർ, ഫിലോമോൻ, ഫിലിപ്പിയർ, എബ്രായർ എന്നിവ 1ആം കാരാഗ്രഹവാസ സ്ഥലത്തും, 1 തിമോഥെയോസ്, തീത്തോസ് എന്നിവ 4ആം മിഷണറി യാത്രയിലും, 2 തിമോഥെയോസ് റോമിലെ 2ആം കാരാഗ്രഹ സമയത്തുമാണ് എഴുതിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ ഇന്ന് വായിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സന്തോഷം നൽകുന്നതായിട്ടുള്ള ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എഴുതുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് സാധിച്ചു. കാരണം പൗലോസിൻ്റെ അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തോടുള്ള ജീവിതം, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് സാധിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കഷ്ടം വന്നാൽ, ഒരു ചെറിയ പ്രയാസം വന്നാൽ, ഒരു ചെറിയതായിട്ടുള്ള നിരാശ വന്നാൽ നാം പിന്നെ വേദോസ്തം വായിക്കുന്നത് നിർത്തും. മാത്രമല്ല, നാം കർത്താവിൻ്റെ വേല ചെയ്യുന്ന, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് നിർത്തും, പ്രസംഗിക്കുന്നത് നിർത്തും, ആലോചന പറയുന്നത് നിർത്തും, പ്രാർത്ഥനയും നിർത്തും. അങ്ങനെ നമ്മുടെ ജീവിതം പിന്നെ നമ്മളൊരു നിരാശയിൽ സന്തോഷമില്ലാത്തവരായിട്ട് കഴിയുന്നവരായിട്ട് തീർന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അവന് കഷ്ടതയും ദുഃഖവും പ്രയാസങ്ങളും വന്നപ്പോൾ അവൻ പറയാണ്, സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ് ആ പൗലോസ് അപ്പോസ്തലൻ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, തിരുവെഴുത്തുകളെല്ലാം ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശ്വാസം, ആ ദൈവത്തോട് കൂടി ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ 14 ലേഖനങ്ങൾ അവന് കർത്താവിൻ്റെ പാദത്തിലിരുന്ന് എഴുതുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് ഈ കഷ്ടതകൾ മധ്യത്തിൽ സാധിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനോട് കൂടി ഇരുപ്പാൻ, ഈ കർത്താവിൻ്റെ സ്നേഹത്തെ കാണുവാൻ, ഈ വേദോസ്തം വായിക്കുവാൻ, പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, സന്തോഷമായിട്ട് ജീവിപ്പാൻ, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. You did not speak, you made no sound. You died